ഹായ് ഫ്രണ്ട്സ്, സ്വതന്ത്രമായി നല്ല ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്കായി ഒത്തിരി ആവേശത്തോടും ആഗ്രഹത്തോടും ഞാൻ അവതരിപ്പിക്കുന്ന ഈ എവ്രിഡേ പ്ലെയിൻ ഇംഗ്ലീഷ് എന്ന പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും ഉറപ്പായും ഉപകരിക്കുമെന്ന വിശ്വാസത്താൽ ഞാൻ യേശുദാസ് കണ്ടത്തിൽ ഇത് ഇവിടെ അവതരിപ്പിക്കുന്നു. Episode-1 English Summary. This is a story about a young girl. Her name is Jane. She is only 10 years old. She lives with her aunt and cousins. Her aunt's name is Mrs. Reed and the cousins are Elisa, Georgian and John. John is the eldest. Every evening they went out walking, but that afternoon they didn't go out. They stayed at home. ഇത് ഒരു 10 വയസ്സുകാരി അനാഥയായ പെൺകുട്ടിയുടെ കഥയാണ്. അവളുടെ പേര് ജെയിൻ. അവൾ അവളുടെ ആൻറ്റിയുടെയും കസിൻസിൻ്റെയും ഒപ്പം ആണ് താമസിക്കുന്നത്. ആൻറ്റി മിസ്സിസ് റീഡ്, കസിൻസ് എലിസ, ജോർജിയന ആൻഡ് ജോൺ. എല്ലാ ദിവസവും വൈകിട്ട് അവർ നടക്കാൻ പോകുമായിരുന്നു. അന്ന് കാലാവസ്ഥ മോശമായതിനാൽ അവർ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടി. ആക്ച്വൽ ടെക്സ്റ്റ്. That afternoon we didn't go out. Didn't go. We didn't take a walk. Didn't take a walk as we usually did. We stayed at home. എവിടെ തങ്ങി? വീട്ടിൽ. We stayed at home because കാരണം എന്താണ് കാരണം? The weather was rainy, windy and cold. വാക്കുകളുടെ അവസാനം വൈ ചേർക്കുമ്പോൾ അത് നാമവിശേഷങ്ങളായിട്ട് മാറും. റെയിൻ പ്ലസ് വൈ. റെയിൻ എന്ന് പറഞ്ഞാൽ മഴ, റെയിനി എന്ന് പറഞ്ഞാൽ മഴയുള്ള, വിൻഡി എന്ന് പറഞ്ഞാൽ കാറ്റുള്ള. അതുപോലെ തന്നെ പുതിയ വേറെ വാക്കുകൾ. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തലച്ചോറുന്നല്ലേ. അപ്പോൾ ബ്രെയിനി ബുദ്ധിയുള്ള. ഡസ്റ്റ് പ്ലസ് വൈ, ഡസ്റ്റി പൊടിയുള്ള. ചൂസ് തിരയ, ചൂസി അങ്ങനെ നിർബന്ധ ബുദ്ധി കാണിക്കും തിരഞ്ഞെടുക്കുന്നതിൽ. ഫ്ലഫി, ഫ്ലഫ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര പിടിച്ച് ഇങ്ങനെ നല്ല മൃദുത്വമുള്ള ഫ്ലഫി. ഇനി കാച്ചി, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധ ആകർഷിക്കുന്ന കാച്ചി. ഓക്കെ, അങ്ങനെ വൈ ചേർത്ത് കഴിയുമ്പോൾ കൂടുതൽ വാക്കുകളുണ്ടാവും. വി സാറ്റ് ഇൻ ദ സിറ്റിംഗ് റൂം. മൈ ആൻറ്റ് മിസ്സിസ് റീഡ് ഹാഡ് ഹർ ചിൽഡ്രൻ അറൗണ്ട് ഹർ. എലിസ, ജോർജിയൻ ആൻഡ് ജോൺ സാറ്റ് നിയർ ദെയർ മദർ. എവിടെയാണ് ഇരുന്നത്? അവരുടെ അമ്മയുടെ അടുത്ത്. ഹു വാസ് റെസ്റ്റിംഗ് ഓൺ എ കൗച്ച്. കൗച്ച് എന്ന് പറഞ്ഞാൽ സോഫ. ഓൺ എ കൗച്ച്. I sat alone. They didn't want me. അവർക്ക് വേണ്ടായിരുന്നു എന്നെ. My aunt had never liked me. She had always been unkind to me. Kind, unkind. വാക്കുകളുടെ മുന്നിൽ ഇങ്ങനെ യു എന്ന് ചേർക്കുമ്പോൾ നെഗറ്റീവ് വാക്കുകളുണ്ടാവും. ഇപ്പോൾ ഈവൺ എന്ന് പറഞ്ഞാൽ നിരപ്പുള്ളത്, അൺഈവൺ എന്ന് പറഞ്ഞാൽ നിരപ്പില്ലാത്തത്, ഈസി എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളത്, അൺഈസി എന്ന് പറഞ്ഞാൽ അങ്ങനെ എളുപ്പമല്ലാത്തത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അസുഖകരമായിട്ടുള്ളത്, സുഖകരമല്ലാത്തത്. ഫെയർ എന്ന് പറഞ്ഞാൽ ന്യായമായിട്ടുള്ളത്, അൺഫെയർ എന്ന് പറഞ്ഞാൽ ന്യായമല്ലാത്തത്. ഹോളി എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായിട്ടുള്ളത്, അൺഹോളി എന്ന് പറഞ്ഞാൽ പരിശുദ്ധമല്ലാത്തത്. അപ്പോൾ വാക്കുകളുടെ മുന്നിൽ യു എന്ന് ചേർക്കുമ്പോൾ പുതിയ വാക്കുകളുണ്ടാവും. Her children, my cousins, were cruel to me. They didn't want me at Gateshead, the name of their house. I was a poor orphan, only 10 years old. I was moneyless and friendless. ലെസ് എന്ന് അറ്റത്ത് ചേർക്കുമ്പോൾ നെഗറ്റീവ് വാക്കുകളുണ്ടാവും. അതിന് ഉദാഹരണം ഇപ്പോൾ മണിലെസ്, ഫ്രണ്ട്ലെസ്, വയർലെസ്, ഹോപ്പ്ലെസ്, കെയർലെസ്, എയർലെസ്, ഹോംലെസ്. ഏത് വാക്കിൻ്റെ അറ്റത്ത് അങ്ങനെ ഒട്ടുമിക്ക വാക്കിൻ്റെ. നോ ബഡി വാണ്ടഡ് മീ. മൈ ആൻറ്റ് ലെറ്റ് മീ ലിവ് വിത്ത് ഹെർ. ലെറ്റ് അനുവദിക്കുക. ലെറ്റ് എന്നുള്ളത് ഇംഗ്ലീഷിൽ വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള വാക്കാണ്. നമുക്ക് സെൻറ്റൻസുകളുണ്ടാക്കി ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു വാക്കാണ്. ബട്ട് ഷി വാസ് സോ അൺകൈൻഡ് ടു മീ. എന്നോട് ഒട്ടും തന്നെ കൈൻഡ് ആയിരുന്നില്ല. ഇപ്പം ലെറ്റ് ആൻഡ് എക്സാമ്പിൾസ്. ലെറ്റ് ഹാവ് സം സപ്പർ ബിഫോർ ഷി ഗോസ് ടു ബെഡ്. അവൾ ബെഡിലേക്ക് പോകുന്നതിന് മുമ്പ് അവൾ കുറച്ച് ഭക്ഷണം കഴിക്കട്ടെ. ലെറ്റ്സ് വാച്ച് ടി വി ഫോർ എ വൈൽ. നമുക്കൊരു അല്പം നേരം ടി വി കാണാം. ലെറ്റ് ദം വെയിറ്റ് അറ്റ് ദ സ്റ്റേഷൻ. ഒരു സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യട്ടെ. മിസ്സിസ് റീഡ് ലെറ്റ് ജെയിൻ ലിവ് വിത്ത് ഹെർ. മിസ്സിസ് റീഡ് ജെയിനെ അവളുടെ ഒപ്പം താമസിക്കാൻ അനുവദിച്ചു. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. When didn't they go out? They didn't go out that afternoon. Where didn't they go? അവരെവിടെ പോയില്ല. They didn't go out. Why didn't they go? എന്താണ് പോയിരുന്നത്? Because of bad weather.
Where did they stay? They stayed at home. Where did they sit? They sat in the sitting room. എല്ലാം past tenseലാണ്. Is there a sitting room at Gateshead? Yes, there is. Who is Mrs. Reed? ആരാണ്? Mrs. Reed is Jane's aunt. What's Gateshead? എന്താണ് Gateshead? Gateshead is the name of their house. What sort of a girl is Jane? എത്രത്തിലുള്ള പെണ്ണാണ്? പെൺകുട്ടി. She is a poor orphan, moneyless and friendless. How many cousins has she got? She has got 3 cousins. How old is Jane? She is 10 years old. Who is the eldest of all her cousins? John is the eldest of all her cousins. Where does Jane live? She lives at Gateshead. Coffee at Hootabra. Last Sunday it was a dry day, and by the evening I and my wife Sonia thought of going outdoors and having a cup of coffee. Being Hootabra a first-class restaurant at the highway front, somewhat near Palarivattam Pipeline Junction, only 1.5 kilometers away from my home, we went there by our car. This is a vegetarian-only restaurant. At the shop, we asked for a filter coffee for each. To go something with coffee, I had a laddu, whereas she had a jalebi. The bill she paid out of her card, and we left the shop afterwards.